അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നു. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, ഹുഡി, അതാണ് ഇമാർ ചെറിയത്. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരമുണ്ടോ? അത് ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ ഇതൊക്കെ ഉമാരുടെ ബാഗിൽ സ്ഥിരമുണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇപ്പം മര കണ്ടാ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. നീ ചിത്തിരയിലത്തെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ? ഒരെണ്ണമ്മയ്ക്കും കൊടുത്തു. എന്തായാലും ഈ ഹാക്കറെ ഒരു എൻക്രിപ്റ്റഡ് മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ട് റോയൽ പെരിയാറിൻ്റെ IT ഡിപ്പാർട്ട്മെന്റിൽ റെസ്റ്റ് എടുക്കും. ഞാനും ജിൽസേ, എന്താ ബാക്കപ്പ് എടുക്കാൻ? ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. മറന്നു? അല്ലെങ്കിൽ നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനുള്ള ധൃതി. ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലോ സാറേ. അല്ലടാ, ഹാക്കറോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ വരാൻ പറയാം. നിനക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ക്ലാസ് വെച്ചപ്പോൾ നീ കമന്റ് അടിച്ചിരിക്കണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, അതൊരു തമാശ പറഞ്ഞാണ്. എനിക്കൊരു തമാശ മനസ്സിൽ തോന്നിയത് അപ്പോൾ പറയണം. ആ സ്ഥാനത്തിന് വെളിപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ നിലയിൽ എഴുതി വെച്ചിരും. എന്താ ചിരിക്കല്ലോ അപ്പോൾ അവൻ്റെ ഒരു കോമഡി. സാറേ, കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രശ്നമാണെങ്കിൽ സോറി. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിലവിൽ ബ്രാഞ്ചുകളിലെ IT കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ ലോക്കലി ആണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ IT റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആളെ വിടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസ് ഒന്ന് കാണിച്ചടാ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ആളെ വിടും. അപ്പോൾ ഇനി ലോക്കലി സർവീസിങ് വേണ്ട. ഓക്കെ, കൊട്ടേഷനിൽ ഒരു പ്രൊഡക്റ്റ് ബില്ലിൽ രണ്ടെണ്ണം. ഞാൻ പ്രവീൺ സാറോട് സംസാരിച്ചിരുന്നു. പുള്ളി പറഞ്ഞത് ഒരു ഫയർവാൾ ഫെയിലിയർ ആയുള്ള റിസ്കിന് വേണ്ടി വേറൊരെണ്ണം വെച്ചു എന്നാണ്. ആയിക്കോട്ടെ, അയാൾക്ക് ഇതിനകത്ത് കാണിച്ചൂടെ? അവസാനം ഓഡിറ്റിന്റെ സമയത്ത് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ ജിൽസിനോട് വേറൊരു കൊട്ടേഷൻ തരാൻ പറയാം. പറ. ആ ജിൽസ് എന്ന് പറയുന്നതിന് വെളിവെന്ന് പറയുന്ന സാധനമില്ല. ഞാൻ റൂഡായതല്ല, ജസ്റ്റ് കാര്യം പറഞ്ഞെന്നുള്ളൂ. താൻ നെർവസ് ആവണ്ട. ഏയ്, നെർവസ് ആയതല്ല. എനിക്ക് ഓഫീസിൽ ആ കൂടെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്യു ആണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഹാക്കിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. മാത്യു, എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ്? ഇല്ല, ഒന്നുമില്ല. ഡിസ്പ്ലേ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ തന്നെ കാശുകളാണ്. സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. ശരി. ജോർജേ,
ഇതാ തീർത്തേ. അനീഷേട്ടാ, ആ റോയൽ പെരിയാടം വീണ്ടും തുറന്നല്ല? തുറന്നു മാത്രമല്ല, അവിടെ തന്നെ വർക്കും പോയി. നീ ലോക്കലായിട്ട് സർവീസ് ചെയ്യണ്ടെന്നാ ഹെഡ് ഓഫീസിനുള്ള ഓർഡർ. ഓ, കുഴപ്പമില്ലടാ, പിച്ചകളാണ്. നിസ്സാര റേറ്റാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടി ചോദിച്ചാൽ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. കോട്ടയത്. അനീഷേട്ടാ, അമ്മാരെ സെക്യൂരിറ്റി ഒക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്രാഞ്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ പുലിവാലായല്ലോ. അവസാനം ഞാൻ കുഴപ്പത്തിലാവൂ. നിങ്ങൾ പേടൊന്നുമില്ല, ഇതെന്താണിത്? അടി ഇനി അവിടെ കയറാൻ പറ്റില്ല. ഇനി അവിടെ കയറിയാൽ തന്നെ സിസ്റ്റം അവന്മാർ തൊടിയിക്കില്ല. ചേട്ടാ, അതെ, നമുക്ക് അവന്മാരുടെ വൈഫൈ ഹാക്ക് ചെയ്താലോ? എടാ, അവിടുത്തെ വൈഫൈ ഡിസേബിൾഡാണ്. സ്റ്റാഫ് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ. അത് മോഡാണ്. അവിടെ വെച്ചോ. അതെനിക്കറിയാം. നമ്മളെ അന്ന് ബ്രാഞ്ചിൽ പോയപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ടേബിളിൻ്റെ താഴെ ഒരു നെറ്റ്വർക്ക് കേബിൾ വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നീട് എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ വെക്കാൻ ഒരു ഓപ്ഷൻ വെച്ചേക്കണാണ്. അത് ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്തൂടെ? എടാ, ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരെയും കണക്ട് ചെയ്യും. ഞാനൊന്ന് ട്രൈ ചെയ്താലോ? ഞാനേ പോയിട്ട് ചേച്ചി, ഈ ബൈക്ക് ലോണിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. വെഹിക്കിൾ ലോണല്ലേ? ആ, വെഹിക്കിൾ ലോൺ നമുക്ക് ടെന്നർ അനുസരിച്ചാണ് പലിശ. 3 വർഷം മുതൽ 5 വർഷം വരെ. ഡീറ്റെയിൽസ് ഒന്ന് എഴുതി തരാമോ? ഒരു മിനിറ്റ് ഏട്ടാ, പ്രിന്റ് ഔട്ട് എടുത്ത് തരാം. ആ, ഞാൻ നോക്കിയിട്ട് വന്നോളാം.